അപ്പോൾ കുറേ നാൾക്ക് ശേഷം മംഗല ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നല്ല അസലായിട്ട് കഴിച്ച അടിപൊളി ഉണ്ടായി ഗൈസ്. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും റെഡി ആയിട്ടുണ്ട് മംഗളത്തിൽ പോവാൻ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളത് തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകാൻ പോകുന്നത്. അതായത് എൻ്റെ അമ്മയുടെ ഇളയമാരുടെ മോളെ കല്യാണമാണ്. അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ കാർന്നൂറ് വരും കേട്ടോ, അമ്മയുടെ അനിയൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇക്കാര് വെറുക്കാൻ നിൽക്കുന്നത് കല്യാണ കടപ്പുറാണ് കേട്ടോ. പിന്നെ ഷെൻസു എൻ്റെ വെറുക്കാന്നുള്ളത്. അപ്പം ഇപ്പോൾ ഞാൻ റെഡി ആയിട്ട് പോയിട്ട് വേണം ഓളെ ഡ്രസ്സൊക്കെ ഇട്ട് മേടിക്കാൻ. ഞാൻ രാത്രി വരുമ്പോൾ ഓളെ ഡ്രസ്സൊക്കെ എടുത്ത് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഷോൾ ഇങ്ങോട്ട് വന്നില്ല. അവിടെ വാഷിംഗ് മെഷീൻ അവിടെ നിന്ന് എൻ്റെ അനിയത്തിൻ്റെ കൂടെ അവിടെ നിന്നു. അപ്പോൾ ഇപ്പോൾ പോയി. അപ്പം ഞാൻ ബാഗിൽ നിന്ന് ആദ്യം ഡ്രസ്സ് എടുത്തിട്ടില്ല. ഇന്ന് പോയിട്ട് അവിടെ ഒരുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം എന്താ പറയുക, എന്താ പറയാനായിട്ട് പറഞ്ഞു വെച്ചാൽ കുമാര ഫോം വന്നിട്ടുണ്ടായത്. കട്ടായിപ്പോയി ക്യാമറ. ഞാൻ ഡ്രസ്സ് ആദ്യം ബാഗിലൊക്കെ എടുത്ത് വെച്ച് ഇവിടെ വന്നിട്ട് റെഡി ആയിട്ട് ഒന്നിച്ച് പോകുന്നില്ല. പിന്നെ ഓളവിടെ നിന്നുകൊണ്ട് നമ്മൾ ആദ്യം ബാഗിൽ നിന്നാണ് എടുത്ത് വെക്കാൻ നിന്നില്ല, ഇങ്ങോട്ട് തന്നെ എടുത്തേ. ഇപ്പം ഞാൻ റെഡി ആയിട്ട് പോയിട്ട് അവിടെ നിന്ന് ഓൾ റെഡി ആക്കിയിട്ട് വേണം സംസ്കരിച്ചിട്ട് കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയാണ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം പിന്നെ ഞാനിപ്പം ന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ സാധനമാണ് ഗ്ലോ ലവ്ലി എന്നുള്ള ഈ ഒരു സൺസ്ക്രീൻ കേട്ടോ. അടിപൊളി സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ഇതുവരും സൺസ്ക്രീൻ മാത്രമല്ല, ഞാൻ പൊതുവെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ട് ഇനിയും മുമ്പെല്ലാം. പക്ഷെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എപ്പോൾ ഇങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ മാത്രം, എന്തെങ്കിലും നമ്മുടെ അടുത്ത കല്യാണത്തിന് അങ്ങനെ പോകുമ്പോൾ മാത്രം മേക്കപ്പ് വെച്ചാൽ എൻ്റെ സ്വന്തം അങ്ങനെ ഞാനിട്ട് വാങ്ങണമെന്നില്ല. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും കയ്യിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഇടലാണ്. കാരണം ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, അടിപൊളി സൺസ്ക്രീൻ. മാത്രമല്ല നല്ല ബ്രൈറ്റനിങ്, നമ്മളൊരു ഫൗണ്ടേഷൻ ഒരു നല്ല അടിപൊളി ക്രീം ഇട്ടൊരു എഫക്റ്റ് നമ്മളെ ഫേസിൽ കിട്ടും കേട്ടോ. പിന്നെ പൗൺസിൻ്റെ മോയ്സ്ചറൈസിങ്. അപ്പോൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇതിട്ടിട്ട് നമ്മൾ എന്താ പറയുക, ഡ്രൈ ആയതിനു ശേഷം മാത്രം സൺസ്ക്രീൻ പക്ഷേ എനിക്ക് അറിയില്ല സൺസ്ക്രീനാണോ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിട്ടിട്ട് ഇങ്ങനെ എന്നാടും സൺസ്ക്രീൻ യൂസ് ചെയ്ത് സമയത്ത് രണ്ടും കൂടി ഇങ്ങനെ മെൽട്ടായിട്ട് എന്തോ പോലെ ആവുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഈ ബ്ലൂ ഡബ്ബയിൽ വരുന്നത് ഒരു ജെല്ലി ടൈപ്പാണ് അതിൽ. അപ്പോൾ നമുക്കത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം സൺസ്ക്രീൻ അല്ലെങ്കിൽ രണ്ടും കൂടി ഒഴിച്ചിട്ട് എന്തോ പോലെ വെക്കാം. പിന്നെ ഐലൈനർ ഇടുന്നതും ഇതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം ഐലൈനർ ഇരുന്നിട്ടാൽ എന്താ പറയുക കുളം. ഞാൻ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റായ ശേഷം കാണിക്കാം കേട്ടോ. പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ആദ്യം സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ എടുത്ത് സൺസ്ക്രീൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കിട്ടുന്നുള്ളത്. ഒക്കെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് എന്താ പറയുക ഉണക്കാനും ടൈമില്ല. നമ്മൾ വിയർക്കുന്നോളും അത് ഓയിലായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. വേറെ എന്താ പറയേണ്ടത് ഇപ്പോൾ തിരിയുന്നില്ല. അപ്പം ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. നമുക്ക് കുറച്ചിങ്ങനെ കയ്യിലെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര അളവിലെടുത്തിട്ടുണ്ട്, എനിക്ക് അത്ര ഇഷ്ടം അത്ര ഇട്ടാം. ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല ബ്രൈറ്റനിങ് ആണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയിട്ട് കാണിക്കും ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് ഡോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഞാൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണുന്നുണ്ടാവും അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ
അധികം വേണമെങ്കിൽ അധികം തേക്കാൻ, ഞാൻ പിന്നെ അധികം തേക്കുന്നില്ല, ഇത്ര മതി. ഓക്കെ, എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് കണ്ണടിപ്പിട്ട് നോക്കണം. ഇനി ഞാൻ ലിപ്സ്റ്റിക്കും നമ്മുടെ ഐലൈനറും ഒക്കെ സെറ്റാക്കിയിട്ട് വരാം. ക്യാമറയിൽ നോക്കിയിട്ടാൽ ടോട്ടലി കോളാവും. അപ്പോൾ ഒന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് സ്കാർഫ് ചെയ്യണമെന്നുണ്ട്. സ്കാർഫ് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ കഴിയാമെന്ന് വിചാരിച്ചിട്ട്. ചൂടല്ല ഭയങ്കര. പിന്നെ അതുമല്ല സ്കൂട്ടിയിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് ശരിയാവുമെന്ന് അറിയില്ല. പറ്റുമെങ്കിൽ സ്കാർഫ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. എനിക്ക് ടൈമില്ല, വേഗം പോയിട്ട് ഷെൻജൂൺ അവിടെ പോയിട്ട് റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ ഫൈനൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പരക്കേക്ക് പോകണം, ഷെൻജൂൺ റെഡിയാക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ജസ്റ്റ് ആക്കി കൊടുത്തതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാണ്ട് ലിപ്സ്റ്റിക് കിട്ടാൻ തന്നെ നമ്മൾ ഫേസ് ബ്രൈറ്റനിങ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരാം കേട്ടോ, വെറുതെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഞാനൊരു തമിഴിലേക്ക് എടുക്കട്ടെ. നമുക്ക് നേരെ പരക്കേക്ക് പോകാം. അത് ഷെൻജൂണൊക്കെ റെഡിയാക്കണം വേഗം പോയിട്ട്. പ്രശ്നമില്ല, ഞാൻ റെഡിയാക്കി കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഷെൻജൂൺ ഡ്രസ്സൊക്കെ മുടി കെട്ടി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പരപ്പോയിട്ട് സ്കാർഫ് ചെയ്യാം. അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും പോട്ടെ. ബൈ. അപ്പോൾ ഗായ്സ് ഞാനിതാ പറക്കതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷെൻജു വേറെ ഡ്രസ്സ് ഇട്ടോളെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് എടുത്തിട്ടിട്ടുണ്ട്. ഡ്രസ്സ് കഴിച്ചാൽ അവിടെ മൂന്നാമത്തെ കളറൊക്കെ ഇട്ട ബ്ലാക്കും ഗ്രീനും ഫ്രോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുടിയൊക്കെ സെറ്റാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ മണി. പിന്നെന്താ ഷെൻജുനെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഞാൻ സ്കാർഫ് മാറ്റി പിടിച്ചിട്ടോ. ഞങ്ങൾക്ക് സ്കാർഫ് കുത്തിയിട്ട് ഓക്കെ ആയിരുന്നു. പക്ഷേ സ്കൂട്ടിയിൽ ഹെൽമെറ്റ് ഇട്ടാൽ അവിടെ എത്തുമ്പോൾ ചമ്മന്തിയാവും ഞാൻ. അതുകൊണ്ട് ഞാൻ സ്കാർഫ് ഒഴിവാക്കി. ഷെൻജുനെ കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഷെൻജു കിട്ടി. ഷെൻജുനെ കാണിച്ചു തരാം, ഷെൻജുനെ കണ്ടല്ലോ. ഇതാ മൈപ്പക്കല്ലിട്ട് റെഡി ആയിട്ടുണ്ട് മംഗളത്തിൽ പോവാൻ. ഓക്കെ, മാമ എൻ്റെ ഉമ്മ അവിടെ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവല്ലേ, കൊറേ കാലത്തിന് ശേഷം വീട്ടിൽ വരുന്നല്ലേ അങ്ങനെയല്ലേ. അടിയിലിരിക്കാൻ
ഗായ്സ് അങ്ങനെ നമ്മളിതാ കല്യാണത്തിന് പോയിട്ട് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇറക്കേക്ക് തിരിച്ചെത്തി. ഞാനിപ്പോൾ ഇക്കാരെ വരക്കേക്ക് ഇക്കാരുടെ നാളെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ നോമ്പ് കഴിഞ്ഞോണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഫുൾ കല്യാണമായിരിക്കും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം മംഗല ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നല്ല അസലായിട്ട് കഴിച്ച അടിപൊളി ഉണ്ടായി ഗായ്സ്. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും വാ സൂപ്പർ. പിന്നെ അച്ചാറ് തരി അടിപൊളി കഴിക്കണേട്ടാ. കാരണം കുറേ നാൾക്ക് ശേഷം കല്യാണ ബിരിയാണി നമ്മൾ വറക്കുന്ന എത്ര വെച്ചാലും കല്യാണത്തിന് കിട്ടുന്ന ഒരു ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഗായ്സ്. അപ്പം നാളെ ഒരു കല്യാണമുണ്ട്. പിന്നെ വേറെന്താ, അപ്പം ഉമ്മാക്ക് വേറെ കല്യാണം ഉണ്ടായിട്ട് രാത്രി നമ്മൾ പോയിടത്തല്ല. ഉമ്മ അവർ നാളെ രാവിലെ അമ്മയുടെ അടുത്ത് പോകുന്നതായിരിക്കും. ഉമ്മാക്ക് വേറൊരു കല്യാണം ഉണ്ടായിന്. അപ്പം എൻസാബി അപ്പോൾ ഉമ്മ ഉപ്പ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് പര തോന്നിച്ച് ഉള്ളിക്കറി തണുത്ത വെള്ളം ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ ദാഹിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴല്ലേ ഇങ്ങനെ തണുത്തുള്ള ഇങ്ങനെ കുടിക്കാൻ മുട്ടിയിട്ട് നിൽക്കാൻ പറ്റില്ല, അത്രയും ദാഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻഷാല്ലാ അപ്പം നാളെ കല്യാണത്തിന് പോകുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ടാറ്റാ ബൈ.